വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബാച്ചിൽ നിന്ന് ഒരു കുഞ്ഞ് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഹോസ്റ്റലിൽ വെച്ചിട്ടായിരുന്നു ചെയ്തത്. സോ അതിൻ്റെ പ്രിപ്പറേഷനും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. സോ ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്. അപ്പം നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിങ് കാര്യങ്ങളാണ്. അപ്പൊ മെയിൻ പ്രേതം ഇതാണ് ക്യാമറമാൻ. റൈസ് ആൻഡ് ഡ്രോൺസിന്റെ സ്വന്തം ക്യാമറമാനാണ്. നമ്മുടെ ആൺകുട്ടിയായിട്ട് നമ്മുടെ ഗേൾ ബോയ് ആണ് ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിന്റെ ജീവൻ ജീവൻ നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതാണ് നമ്മുടെ ഡയറക്ടർ, ഞങ്ങളുടെ അക്ക, സ്വന്തം അക്ക. അപ്പം ഹോസ്റ്റലിലാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ കുറേ വർഷം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഹോസ്റ്റലിൽ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ അപ്പൊ തുടങ്ങാല്ലേ? എടി നീ എന്റെ ബുക്ക് കൊണ്ടുവന്നോ? എടി നിനക്ക് അറിഞ്ഞൂടെ, ഒരു മന്ത് നമുക്ക് വെക്കേഷൻ അല്ലേ, എനിക്ക് ഇന്ന് തന്നെ ബുക്ക് വേണം. എന്നാ പിന്നെ ഒരു കാര്യം, നമുക്ക് ഹോസ്റ്റലിൽ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നോക്കിക്കോ. അയ്യോ, ഞാൻ എടുക്കാൻ പറഞ്ഞു. നിനക്ക് നോമിപ്പിച്ചൂടായിരുന്നോ? ഇനിയിപ്പോ പിന്നെ പോരെ. നീ എന്താ ആലോചിക്കുന്നത്? അയ്യോ, ഞാൻ എടുക്കാൻ പറഞ്ഞു. നിനക്ക് നോമിപ്പിച്ചൂടായിരുന്നോ? അയ്യോ, ഞാൻ എടുക്കാൻ പറഞ്ഞു. നിനക്ക് നോമിപ്പിച്ചൂടായിരുന്നോ? നീ എന്തൊക്കെ പറയുന്നത് എനിക്കറിയില്ല. നമുക്ക് ഇനി 1 മാസം കൂടെ ഉള്ളൂ. 1 മാസം നമുക്ക് വെക്കേഷൻ, അതിന് നമുക്ക് എക്സാം. ഞാൻ എന്ത് നോക്കി പഠിക്കും? എന്നാ പിന്നെ ഒരു കാര്യം, ഹോസ്റ്റലിലോട്ട് പോകാം. അവിടെ എടി നിന്റെ ഹോസ്റ്റലിലോ, നിന്റെ വാർഡൻ എന്നെ കണ്ട പ്രശ്നമാവും. അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ ഇങ്ങ് പോര്. എടി എന്നാലും കൊള്ളാം. ഇതൊക്കെ നടക്കും. നീ എന്താ പറയുന്നത്? യൂട്യൂബേഴ്സിനെ കൊണ്ട് നടക്കാൻ ഇതൊന്നും നടക്കൂല. ഞാൻ പറയുന്ന കേൾക്കുന്നു. Come on, start. ഭാരതമാതാക്കി ജയ്. എടി നീ എന്താ പറയുന്നത്? നടക്കില്ല ശില്പ. Okay, start. എടി ആരുമില്ല, നിനക്ക് ഉറപ്പാണ്? എനിക്കിതൊക്കെ ഭയങ്കര പേടിയാണ്. മിണ്ടരുത്, ശബ്ദം ഉണ്ടാക്കരുത്. ഈ കൈ പിടിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് കൈ ഒന്ന് പിടിക്കണം. നീ ഓടിച്ചാടി ഒന്ന് തുറക്കാൻ നോക്കണം. ഓക്കെ, സ്റ്റാർട്ട്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഒരു ചേട്ടൻ വരും, ക്രിക്കറ്റ് കളിക്കാം. അപ്പൊ പന്ത് ഇങ്ങോട്ട് തരും. അപ്പൊ നീ ഇങ്ങനെ നോക്കിട്ട് ഈ പന്ത് എടുത്ത് ഇങ്ങനെ കുനിങ്ങി പിന്നെ നോക്കുമ്പോ കാണില്ല. വിഷമിച്ച് തളർന്നിരിക്കുന്ന ഒരു പട്ടിക്കുട്ടി. ഇത് ബാക്കിൽ നിന്ന് ഞാനും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഡോണ്. യെസ്, നമ്മുടെ ബാച്ചിന്റെ ഡാൻസേഴ്സിൽ ഒരാള്. അതിന് ഒരു ജാടയില്ലാത്തൊരു പാവം കുട്ടി. ഇത് ആദ്യം കാണിക്കാം.
ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് റൂമിലോട്ടൊക്കെ പോവാണ്. എൻ്റെ റൂമിലല്ല, വേറെ റൂമിൽ കുറച്ച് ഷോട്ട് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പം അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് വിശേഷം കാണാം. സമാധാനായില്ലേ? അപ്പൊ പറഞ്ഞു ഇതുപോലൊക്കെയാണ് നമ്മുടെ room. പാക്ക് ചെയ്യാനുണ്ട്, നീ വിട്ടോളാം, ഇത് വന്നവരെ അറിയാമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റൂം. ഇങ്ങനല്ല അവള് കഴിച്ചിട്ട് ഓക്കെ സ്റ്റാർട്ട്. കിട്ടിയ വിളിക്കാം. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഹോസ്റ്റലിൽ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പം അവിടെ നല്ല ഫുഡ് നമുക്ക് അത് കഴിഞ്ഞിട്ട് എൻ്റെ റൂംമേറ്റിനെ കാണണമെന്നുണ്ട്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി ജസ്റ്റ് ഒന്ന് കാണണം. ഞാനിപ്പോൾ സ്റ്റെപ്പ് വന്നിട്ട് എൻ്റെ പഴയ റൂമിലോട്ട്, അതായത് ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ കയറാൻ പോകുന്നതിന് മുമ്പായപ്പോഴേക്കും ഞങ്ങൾ മേലത്തെ നിലയിലോട്ട് അയക്കായിരുന്നു. അപ്പം ആ റൂമിലൊന്ന് പോയിട്ടാന്ന് നോക്കി. അവിടെ എൻ്റെ റൂംമേറ്റ് എൻ്റെ സർപ്രൈസ് കൊടുക്കാം. ഇതാണ് എൻ്റെ റൂം. ഞാനുണ്ടായിരുന്ന സമയത്ത് റൂം. ഞാനുണ്ടായിരുന്നപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെയായിരുന്നു ബെഡ് ഇട്ടിരുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ടാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് റൂമിൻ്റെ അവസ്ഥ. അത് കുളിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരുന്ന സമയത്ത് ഞാൻ വന്നത്. എത്തുന്നത് ഇതാ നമ്മുടെ ഗ്രൗണ്ട് കാണാം. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ ക്ലൗഡാണ്. പൊടിയ ഇങ്ങനെയായിരിക്കും നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. അപ്പം ഇവിടുത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത ഷോട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാണ്. സുന്ദരി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ പാട്ടുകാരിയുണ്ട്. സുന്ദരി നിങ്ങൾ ഇറങ്ങുന്നില്ലേ പിള്ളേരെ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല 5 മണിക്ക് ഇറങ്ങുന്നത്. എനിക്ക് വെക്കേഷൻ ആണല്ലോ, വീട്ടിൽ പോകാൻ പറ്റുമോ? വേഗം ഇറങ്ങുന്ന സമയമില്ല. നമ്മുടെ ഷോർട്ട് ഫിലിമിലെ ഏറ്റവും പ്രധാന ഭാഗം മരിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാം. എനിക്ക് മരിക്കേണ്ട കാര്യം. എന്നെ എങ്ങനെ ഇവർക്ക് കൊല്ലാൻ തോന്നി? കൊന്നേ പറ്റൂ. ഇത്ര പാവമായിട്ടുള്ള ഞാൻ. എൻ്റെ ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയത്ത്, അതായത് മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി. പിന്നെ നമ്മളിതാ ബ്ലഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് ഭയങ്കര വെള്ളം പോലെയായി. നമ്മൾ വിചാരിച്ച പോലെ വന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നുകൂടെ ചെയ്യാമെന്ന് ഓർത്തിട്ട് എന്തൊക്കെയൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. കോൺഫ്ലവർ എടുത്തിടുന്നു, മഞ്ഞൾ എടുത്തിടുന്നു, കളർ ഇടുന്നു, എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ ലാസ്റ്റ് ഒപ്പിച്ചെടുക്കുമായിരുന്നു ചെയ്തത്. കയ്യൊക്കെ എടുത്ത് അവൾക്ക് കാണാൻ പറ്റില്ല.
ഇനി എനിക്ക് കണ്ണട തപ്പ് കണ്ണട ഓ ഇത് ബ്ലറാക്കി ബ്ലഡാണല്ല ബ്ലഡ് കൈ കാണിക്ക് ബ്ലഡ് വിളക്കി കൈയൊക്കെ വരക്കട്ടെ എനിക്കൊന്നും കാണാനില്ല ഈ കണ്ണട തപ്പ് കണ്ണ് കാണാനില്ലേ തപ്പ് പോയി നീ തപ്പിയാൽ മതി കിട്ടില്ല പിന്നെ ഇതാ നമ്മൾ അവിടുത്തെ ബ്ലഡും കാര്യങ്ങളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ അവളുടെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഭാഗം നല്ലതായിരുന്നു നോക്കി ഇനി ഞാൻ കാരണം അത് കുളമാണെന്ന് ഓർത്തു. പിന്നെ അത് കുറച്ച് നേരം കണ്ടു. പിന്നെ അതിനുശേഷം രാത്രി ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ ഞാൻ തിരിച്ചു പോകേണ്ട സമയമായി. അപ്പം ഞാൻ അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ബൈ പറഞ്ഞിട്ട് ഇറങ്ങി. ഇന്നത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പിന്നെ യാത്രയൊക്കെ ഇതൊക്കെ ഉണ്ട്. ബാക്കി കംപ്ലീറ്റ് ആക്കിയില്ല, ഇനി കുറച്ചുകൂടെ ഉണ്ട്. അതിനി നാളെ ഇനി എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ്. പിന്നെ വേറെ ഇതിനകത്ത് കുറേ സീക്വൻസ് ഉണ്ട്, പക്ഷെ അതൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം ഇവിടെ നമ്മൾ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തിന് നമ്മൾ ഡബ്ബിയാണുണ്ട്. അപ്പം അതിന് വേണ്ടി ഞാനും പാറുവും പിന്നെ അക്ക ഉണ്ടായിരുന്നു, പിന്നെ ബ്ലസ്സിനുണ്ടായിരുന്നു, പിന്നെ രൂപേഷ് അവനും ഡബ്ബിയാനുണ്ടായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ താമസിക്കാത്തൊരു കുട്ടിയുടെ ആ ബോഡി അവിടെ എങ്ങനെയാണ് വന്നതെന്ന് ആർക്കും സത്യാന്നോ പറയാനൊന്നും അറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് പോയി. അങ്ങനെ ഫൈനലി നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റാക്കി. എന്നിട്ട് നമ്മൾ ക്ലിനിക്സിൻ്റെ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിന് ആ ഫിലിം മൊത്തം കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സ്വന്തം അഭിനയം കണ്ട് നാണിച്ച് വേറൊരാൾ സൈഡിൽ ഇരിക്കുകയായിരുന്നു. അപ്പം വളരെ കുറച്ച് ദിവസം കൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ സെറ്റപ്പാക്കി എടുത്തത്. ഡയറക്ടർ നമ്മുടെ അക്ക ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്രയുമെങ്കിലും ആക്കിയെടുക്കാൻ വേണ്ടി. സോ അതിനുപരി നമുക്ക് ഭയങ്കര ഒരു മെമ്മറി ആയിരുന്നു, ഓർക്കാനുള്ള കുറേ മൊമെൻറ്റ്സ് കിട്ടി. അപ്പം രസമുള്ളൊരു മൊമെൻറ്റ്സ് തന്നെയായിരുന്നു. അപ്പം അത്രയാണ് ഈ ഒരു വീഡിയോ. ഓർത്താൻ ഒരു പഠിത്തവും കാര്യങ്ങളല്ലാണ്ട് നമുക്ക് ലൈഫിലുണ്ടാകുന്ന ഈ കുഞ്ഞു മൊമെൻറ്റ്സും ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ബ്ലോഗായിട്ടിട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.